നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. കഴിഞ്ഞ കുറേ വീഡിയോയിൽ നമ്മൾ ഭയങ്ങളെക്കുറിച്ചാണ്, അതിനെങ്ങനെ നേരിടാം എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളൊരു മെസ്സേജ് അയച്ചു, ഈ ഭയത്തെ നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയുമോ, തീരെ ഭയമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ കഴിയുമോ എന്നൊക്കെ. എന്നാൽ അതൊരു തെറ്റിദ്ധാരണയാണ്. ഭയമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുകയില്ല. സർവശക്തനായ തമ്പുരാൻ നമുക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള, ഫിസിക്കലി ഇമോഷണലി ആയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അത്തരം അനുഗ്രഹങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ ഒന്നാണ്, ഒരു നല്ല കാര്യമാണ് ഭയമെന്ന് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, മറവി നമുക്കൊരു അനുഗ്രഹമാണ്. മറവിയില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനേ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരനുഭവങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ മരിക്കുമ്പോൾ ഒക്കെ നമുക്ക് വലിയ ആഘാതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. പക്ഷെ അതൊക്കെ കാലാന്തരങ്ങളിൽ മറന്നുപോയത് കൊണ്ടാണ് നാം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള ഒരു ഇമോഷനാണ്, ഒരു വികാരമാണ് ഭയമെന്ന് പറയുന്നത്. ഈ ഭയമുള്ളത് കൊണ്ടാണ് നാം അപകടങ്ങളിൽ ചെന്ന് ചാടാത്തത്. ഈ ഭയമുള്ളത് കൊണ്ടാണ് നാം ചെന്നുപെടുന്ന, നാം അഭിമുഖീകരിക്കുന്ന അപകടങ്ങളിൽ നിന്ന് നാം രക്ഷപ്പെട്ടു പോരുന്നത്. അതുകൊണ്ട് ഈ ജീവിതത്തിൽ നാം സർവൈവ് ചെയ്തു പോകണമെങ്കിൽ, അതിജീവിച്ചു പോകണമെങ്കിൽ നമുക്ക് ഭയമെന്ന വികാരം കൂടിയേ തീരൂ. സോ ഫിയർ ഈസ് നോർമൽ. എന്താണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ ഭയത്തെ ഓവർകം ചെയ്യാൻ, ഈ ഭയത്തെ എങ്ങനെ മറികടക്കാൻ, ഈ ഭയത്തെ എങ്ങനെ അതിജീവിക്കാൻ നമുക്ക് കഴിയും എന്നതിനെക്കുറിച്ചും, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഭയങ്ങൾ അതിജീവിക്കാനുള്ള ടെക്നിക്കുകളുമാണ് നാം കഴിഞ്ഞ വീഡിയോകളിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നാം മനസ്സിലാക്കേണ്ടത്, ഈ ഭയം എന്ന വികാരം ഒഴിവാക്കേണ്ട ഒന്നല്ല, അത് നമുക്ക് അനിവാര്യമായിട്ട് തമ്പുരാൻ നമുക്ക് അനുഗ്രഹിച്ചു നൽകിയ ഒരു വികാരമാണ് എന്ന് നാം മനസ്സിലാക്കുക. അത് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുകയും നമുക്കൊരു സ്റ്റെപ്പ് പോലും എടുത്തു വെക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തെ അത് പിടിച്ചു നിർത്തുകയും ചെയ്യുമ്പോഴാണ് അത് അപകടമാകുന്നത്. അത്തരം ഭയങ്ങളെയാണ് നാം നിയന്ത്രിക്കേണ്ടത്, നാം മറികടക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കുക. ന്യൂറോ സയന്റിഫിക് പെർസെപ്ഷനിൽ നോക്കുകയാണ് എങ്കിൽ, കാലാന്തരങ്ങൾക്കപ്പുറത്ത്, പതിനായിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറത്ത് മനുഷ്യൻ്റെ ആദിമ രൂപമായിരുന്ന ആളുകൾ, ആദിമ മനുഷ്യർ ജീവിച്ചിരുന്നത് കാടുകളിലും വനങ്ങളിലുമൊക്കെയാണ്. ആ കാലത്ത് മനുഷ്യന് അതിജീവനത്തിനാവശ്യമായിട്ട് സ്വായത്തമാക്കിയ ഒരു വികാരം കൂടിയാണ് ഈ ഭയമെന്ന് പറയുന്നത്. വനങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ്റെ പൂർവികരായിട്ടുള്ള ആളുകൾ, അവർക്ക് വന്യജീവികളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന്, ജീവിതം തന്നെ അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള അവസ്ഥകളിൽ നിന്ന് അവർക്ക് നിരന്തരമായി അത്തരം അവസ്ഥകളോട് പോരാടേണ്ടി വന്നിരുന്നു. ആ സമയത്ത് അത്തരം ഒരു പോരാട്ട വീര്യം മനുഷ്യനിൽ നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്ത ഒന്നാണ് ഈ ഭയമെന്ന് പറയുന്നത്. അങ്ങനെ വനത്തിൽ ജീവിച്ചിരുന്ന നമ്മുടെ പൂർവികർക്ക് പ്രത്യേകിച്ച് ഒരുപാട് ചുറ്റുപാടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് ഭക്ഷണം കഴിക്കണം, ലൈംഗികത ആസ്വദിക്കണം, പിന്നെ അതിജീവനം നടത്തണം, സർവൈവ് നടക്കണം. ഇങ്ങനെ 3 കാര്യങ്ങളിൽ ചുരുങ്ങിക്കൊണ്ടായിരുന്നു അന്നത്തെ മനുഷ്യരുടെ ബ്രെയിൻ ഫോക്കസ് ചെയ്തിരുന്നത് എന്നാണ് ന്യൂറോ സയന്റിഫിക് മെത്തേഡുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ കാലത്ത് മനുഷ്യൻ്റെ മനസ്സിൽ രൂപപ്പെട്ട ഒന്നാണ്, ഒരു ബ്രെയിൻ്റെ ഫങ്ഷനാണ് ഈ ഭയം എന്ന വികാരം. അന്ന് മനുഷ്യൻ ഈ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും, വന്യജീവികളിൽ നിന്നും, തന്നെ കീഴടക്കാൻ വരുന്ന മറ്റു ജീവികളിൽ നിന്നുമൊക്കെ സെക്യൂരിറ്റിയും സേഫ്റ്റിയും ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി, സെക്യൂരിറ്റിക്കും സേഫ്റ്റിക്കും വേണ്ടി നമ്മുടെ ബ്രെയിൻ ഡെവലപ്പായ ഒരവസ്ഥയാണ് ഫിയർ എന്ന് പറയുന്നത്, ഭയം എന്ന് പറയുന്നത്, പേടി എന്ന് പറയുന്നത്. അങ്ങനെ മനുഷ്യൻ്റെ അതിജീവനത്തിന് വേണ്ടി സ്വയം ഡെവലപ്പായ കോറായിട്ടുള്ള ഒരു ഫങ്ഷനിങ് സിസ്റ്റമാണ് ഭയം എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിനിനകത്തുള്ള റെപ്റ്റിലിൻ എന്ന ബ്രെയിനാണ് നമ്മുടെ ഈ ഇത്തരത്തിലുള്ള ഫങ്ഷനുകൾ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒന്നെങ്കിൽ നേരിടുക, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക എന്ന ഒരു സ്വഭാവം മനുഷ്യനിൽ ഉത്തേജിപ്പിക്കുന്നത്. സോ ദാറ്റ് മീൻ ഫിയർ ഈസ് നോർമൽ. ഫിയർ ഉണ്ട് എങ്കിൽ മാത്രമാണ് ആ മനുഷ്യൻ നോർമലാകുന്നത്. ഒന്നിനെയും പേടിയില്ല എങ്കിൽ, ഒന്നിനോടും എനിക്ക് ഒരു വികാരവും തോന്നുന്നില്ല എങ്കിൽ ഞാൻ അബ്നോർമലാണ് എന്നാണ് അർത്ഥം. ഒരു പേടിയുമില്ലാത്ത ആളുകൾക്ക് എന്തോ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. ദേ ആർ അബ്നോർമൽ എന്ന് മനസ്സിലാക്കി അതിനാവശ്യമായിട്ടുള്ള നോർമലാക്കി എടുക്കാനുള്ള കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ് നാം കരുതേണ്ടത്.
ആധുനിക കാലത്ത് ഇതിനെ സ്ട്രെസ്, നെർവസ്നെസ് എന്നൊക്കെ പറയും. എന്നാൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത് ഈ ഫിയർ തന്നെയാണ്. നമുക്ക് അതിജീവിക്കുന്നതിന് വേണ്ടി ദൈവം തമ്പുരാൻ നമുക്ക് അനുഗ്രഹിച്ച് നൽകിയ ഭയമെന്ന വികാരം തന്നെയാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ളത്. അതുകൊണ്ട് മനസ്സിലാക്കുക, ഭയം എന്നത് ഒരു അനുഗ്രഹമാണ്, അത് മനുഷ്യ സഹജമാണ്. ഫിയർ ഈസ് നോർമൽ, ഇറ്റ് ഈസ് നാച്ചുറൽ എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ഭയങ്ങളും പേടികളുമൊക്കെ നമ്മളെ നിയന്ത്രിക്കാൻ, നമ്മുടെ മുന്നോട്ട് പോകുന്ന തടസ്സം നിൽക്കുമ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം, എങ്ങനെ അതിജീവിക്കണം, മറികടക്കണമെന്ന് പരിശീലിക്കുകയാണ് നമ്മൾ വേണ്ടത്. ഇപ്പം നമ്മൾ ആലോചിക്കുക, നമ്മളെ പ്രസംഗിക്കാൻ അല്ലെങ്കിൽ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഒരു സദസ്സിലേക്ക് ക്ഷണിക്കുമ്പോൾ നമുക്ക് നെർവസ്നെസ് വരാം, നമുക്ക് സ്ട്രെസ് വരാം, നമുക്ക് ഫിയർ വരാം. അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്, ഞാൻ ഇവിടെ ഡെലിവർ ചെയ്യുന്ന കാര്യം എൻ്റെ ഏറ്റവും നല്ല നിലവാരത്തിലുള്ളതായിരിക്കണം എന്ന ഒരു തോന്നലിൽ നിന്നാണ് ആ ഭയം വരുന്നത്. അങ്ങനെ ആലോചിക്കുമ്പോൾ ഈ ഭയം ഒരു അനുഗ്രഹമല്ലേ? അങ്ങനെ പേടിയുള്ളത് കൊണ്ട് നമ്മൾ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തുകൊണ്ട്, നല്ല വിഷയത്തിൽ അധിഷ്ഠിതമായി നിൽക്കുന്നതിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അത്തരം സദസ്സുകളെ അഭിമുഖീകരിക്കുക. എന്നാൽ ഒരിക്കലും അഭിമുഖീകരിക്കാൻ കഴിയാത്ത രീതിയിൽ അത്തരത്തിലുള്ള ഭയം നമ്മളെ കീഴടക്കുമ്പോഴാണ് നമ്മൾ അതിന് പ്രതിവിധി തേടേണ്ടത്, അതിനെ മറികടക്കാനുള്ള ടെക്നിക്കുകൾ നമ്മൾ പരിശീലിക്കേണ്ടത് എന്നാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞത്. ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള, നമുക്ക് പരിചയമില്ലാത്ത ഒരാളോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് പോകുമ്പോൾ, നമുക്കറിയാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഭയമുണ്ടാകും. ആ ഭയം യഥാർത്ഥത്തിൽ അനുഗ്രഹമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ ഭയം നമ്മളെ കീഴടക്കുമ്പോഴാണ് അത് അനുഗ്രഹമില്ലാതെ പോകുന്നത് എന്നും നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ഹാവിങ് ഫിയർ ഈസ് ഗുഡ്. ഭയമുണ്ടാകുക എന്നത് നല്ല ഒരു കാര്യമാണ്, അത് മനുഷ്യ സഹജമാണ്, അത് നോർമലാണ്, അത് നാച്ചുറലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അത് നമ്മളിൽ ഉണ്ടാകുമെന്ന് നാം ഉറപ്പിക്കുമ്പോൾ, ഇതിനെ മറികടക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള പരിശോധനയാണ് വേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാം ഭയപ്പെടുന്ന കാര്യങ്ങളെ നാം തിരിച്ചറിയുക, നാം അതിനെ പരിചയപ്പെടുക, ആ ആക്ഷനിലേക്ക് മൂവ് ചെയ്യുക എന്നതൊക്കെയാണ്. അതോടൊപ്പം നമ്മുടെ ഈ ഇമോഷണൽ സ്റ്റേറ്റിലെ ബാലൻസിങ് ഒന്ന് ശരിയാക്കുക എന്നാണ്. ഭയത്തിൻ്റെ ഏറ്റവും നേരെ വിപരീതമെന്ന് പറയുന്നത് ധീരത, ധൈര്യം, കറേജ് എന്നാണ്. നമ്മൾ ഭയമെന്ന വികാരത്തിനേക്കാൾ നമ്മൾ കറേജിനെ, ധൈര്യത്തെ, ധീരതയെ നമ്മൾ മുന്നോട്ട് വെച്ചാൽ ഈ ഭയം ഇവിടെ സ്വാഭാവികമായും അതിൻ്റെ അളവ് താഴ്ന്നുകൊണ്ടിരിക്കും. നമുക്കെന്തിനാണ് ധൈര്യം വേണ്ടത്? നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ നമുക്ക് ധൈര്യം വേണോ? വേണ്ട. നമുക്ക് പരിചയമുള്ള ഒരു സ്ഥലത്ത് കയറി ചെല്ലാൻ നമുക്ക് ധൈര്യം വേണോ? വേണ്ട. നമ്മുടെ ജോലി സ്ഥലത്ത് കയറി ചെല്ലാൻ നമുക്ക് ധൈര്യം വേണോ? വേണ്ട. ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും. നമ്മുടെ പൂർവികർ ഫേസ് ചെയ്തതുപോലെ കാട്ടുമൃഗങ്ങളും അതുപോലെയുള്ള ആളുകളുമൊക്കെ അതിൻ്റെയൊക്കെ പര്യായ പദങ്ങൾ നമ്മുടെ ജോലി സ്ഥലത്തും നമ്മുടെ സമൂഹത്തിലും ഒക്കെ ഉണ്ടാകാം. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. അതല്ലാതെ നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോകാൻ നമുക്ക് ധൈര്യം വേണം, നമുക്ക് കറേജ് വേണം, നമുക്കതിനുള്ള ഭയമില്ലായ്മ വേണം. ആ സമയത്തും സ്വാഭാവികമായിട്ടും ഇന്നും ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിൽ പ്രഭാഷണം നടത്തുന്ന ഏതൊരാൾക്കും പ്രഭാഷണം തുടങ്ങുന്നതിന് മുന്നേ ഒരു നെർവസ് ഉണ്ടാകും. അത് ഞാനിവിടെ ഡെലിവർ ചെയ്യാൻ പോകുന്ന വിഷയങ്ങളെ കൃത്യമാകുമോ, അബദ്ധം പറ്റുമോ എന്ന ഒക്കെയുള്ള ചിന്തകളും ഭയങ്ങളുമൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ അവർ അതിനേക്കാൾ കൂടുതൽ തങ്ങളുടെ കറേജിനെ, തങ്ങളുടെ ധൈര്യത്തെ, തങ്ങളുടെ ധീരതയെ, തങ്ങളുടെ കഴിവിനെ ഉയർത്തുമ്പോഴാണ് ഭയമെന്ന ഭാഗം താഴുകയും കറേജ് എന്ന, ധൈര്യമെന്ന, ധീരത എന്ന ആ ഭാഗം ഉയർന്നു നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ബെസ്റ്റ് വെർഷൻ പുറത്ത് ചാടുന്നത് എന്ന് മനസ്സിലാക്കി നമ്മളെപ്പോഴും ധീരമായിരിക്കുക, തനിക്കതിനെ നേരിടാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടാകുക, അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുക. ഭയം എവിടെ ഫീൽ ചെയ്യുന്നു അവിടെ നമ്മൾ കറേജിനെ, നമ്മൾ ധൈര്യത്തെ, ധീരതയെ, അതിനെ നേരിടാൻ താൻ തയ്യാറാണ് എന്ന ഒരു ചിന്തയെ മുന്നോട്ട് വെക്കുക. ഭയം താഴെത്തട്ടിലേക്ക് പോകും. അതിലൂടെ നമ്മുടെ ഭയത്തെ ഓവർകം ചെയ്ത് ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയും, ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് ഭയമെന്ന വികാരം ഒരു അനുഗ്രഹമാണ്. ആ ഭയമുള്ളത് കൊണ്ടാണ് നാം സർവൈവ് ചെയ്തു പോകുന്നത്. ആ ഭയമുള്ളത് കൊണ്ടാണ് നമുക്ക് അപകടങ്ങൾ സംഭവിക്കാതെ, സംഭവിക്കുന്ന അപകടങ്ങളിൽ നിന്ന് കൃത്യമായി ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന പൊരുതി നിൽക്കണോ, പോരാടി നിൽക്കണോ, അതോ ഓടി രക്ഷപ്പെടണോ എന്ന തീരുമാനമെടുക്കുന്നത്.
അത്തരം തീരുമാനമെടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ സർവൈവ് ചെയ്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ അനുഗ്രഹമായ ആ ഭയം നമ്മളെ കീഴടക്കാൻ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമ്പോൾ, മുന്നോട്ടുള്ള ഗമനത്തിന് അത് ബാധിക്കുമ്പോൾ അതിനെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ചെയ്യാനുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാം ഭയപ്പെടുന്ന ആ സംവിധാനത്തെ, ആ സംഭവത്തെ നമ്മൾ കൃത്യമായി അപഗ്രഥനം നടത്തി, അതിനെക്കുറിച്ച് കൃത്യമായി പഠനം നടത്തി അതിനെ തിരിച്ചറിയുക, കണ്ടറിയുക, തൊട്ടറിയുക എന്നതു തന്നെയാണ് ഭയം എന്ന വികാരത്തിൻ്റെ ത്രാസിനേക്കാൾ മുകളിലായി നമ്മുടെ കറേജ് എന്ന, ഏറ്റവും ധൈര്യശാലി എന്ന, ധീരൻ എന്ന ആ ഒരു സ്വഭാവത്തെ മുന്നിൽ വെക്കുക. ഭയത്തിൻ്റെ സ്റ്റേറ്റിനേക്കാൾ ഉയർന്ന നിലവാരത്തിലേക്ക് നമ്മൾ കറേജിനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ആ ഭയത്തെ ഓവർകം ചെയ്യാൻ കഴിയും എന്നൊക്കെ മനസ്സിലാക്കി ഭയത്തെ ഭയപ്പെടേണ്ടതില്ല. നിങ്ങളിൽ ഭയമുണ്ടെങ്കിൽ, നിങ്ങളിൽ പേടിയുണ്ട് എങ്കിൽ യു ആർ എ നോർമൽ പേഴ്സൺ. നിങ്ങളൊരു സാധാരണ മനുഷ്യനാണ്. ഒരു മനുഷ്യ സഹജമാണ് പേടി എന്നത്. അതുകൊണ്ട് മനുഷ്യ സഹജമായിട്ടുള്ള ആ വികാരം നമ്മളിൽ ഉണ്ടായിരിക്കും. അനാവശ്യമായി നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കുകയും അതിനെ മറികടക്കുകയും ഒക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ പഠനങ്ങൾ നടത്തി, കൂടുതൽ മനസ്സിലാക്കി ജീവിതത്തെ സന്തോഷപ്രദവും വിജയപ്രദവുമായ ഒന്നാക്കി മാറ്റാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുക. അടുത്ത ഒരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.